ഹലോ മൈ ഡിയർ സ്റ്റാർ സോൾ നമസ്തേ. വെൽക്കം ടു സമാരാധ്യ കോസ്മിക് ഇൻസൈറ്റ്സ്. നോക്കാം ഇന്ന് നിങ്ങളുടെ എനർജി എങ്ങനെ നിൽക്കുന്നു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ബ്ലോക്കായിട്ട് നിൽക്കുന്നത് എന്താണ്, ഗൈഡൻസ് എന്താണ്. കാർഡ്സ് എടുക്കുന്നതിന് മുമ്പ് ഒരു എനർജി കണക്ഷൻ ആവശ്യമുണ്ട്. ലൈക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് കേട്ടാലോ. ഓക്കെ, കറണ്ട് എനർജി നോക്കുമ്പോൾ കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ഇമോഷനെക്കാട്ടിലും നിങ്ങൾ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയിൽ കൺട്രോൾ വയ്ക്കാൻ പറ്റുന്ന ഒരു എനർജിയിലാണ്, എന്താണ് ശരി എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലാണ്, എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നോക്കുമ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം വളരെ ക്ലിയർ ആണ്. കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ശക്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് നിൽക്കണം എന്നൊക്കെയുള്ളതാണ്. ഇമോഷണൽ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. എന്താണ് തടസ്സമായി നിൽക്കുന്നത് എന്ന് നോക്കുമ്പോൾ 8 ഓഫ് സോഡ്സ് ആണ്. അതായത് ഓവർ തിങ്കിങ് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്കാണ് പ്രധാനമായിട്ടും, മനസ്സുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ് ഓവർ തിങ്കിങ്, ഭയം, ആവശ്യമില്ലാത്ത ഭയം, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെയുള്ള ചിന്ത, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ബ്ലോക്കുകളായിട്ട് നിൽക്കുന്നത്. ഗൈഡൻസ് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന ഗൈഡൻസ് നോക്കുമ്പോൾ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബാലൻസ് ആവശ്യമാണ്. ഇപ്പോൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു അവസരത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ കാമായിട്ടിരിക്കുക. ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യാതെ ഒന്ന് ശാന്തമായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കൂടുതൽ സോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോർട്ട് കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ചിന്തകൾ, അതായത് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മനസ്സും ചിന്തകളും കമ്മ്യൂണിക്കേഷനുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്ന് കൂടുതലും ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഫർമേഷനും കൂടി എടുക്കുക. അതിന് മുമ്പ് പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ റീഡിംഗ് എല്ലാം കേൾക്കുമ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇന്നർ വോയിസിനാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് വോയിസിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആകത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബെറ്റർ വെർഷൻ ആകാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അതിന് തന്നെ ആയിരിക്കണം. ഓക്കെ, നമുക്ക് അഫർമേഷൻ കൂടി എടുക്കാം. കണ്ണുകൾ അടയ്ക്കാം, ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തു വിടാം. എൻ്റെ മനസ്സ് എൻ്റെ ശക്തിയാണ്, എൻ്റെ ചിന്തകൾ ശാന്തമാണ്, എനിക്ക് വേണ്ട ക്ലാരിറ്റി എനിക്ക് സ്വാഭാവികമായി വരുന്നു. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തുവിടാം. വളരെയധികം കൃതജ്ഞതയോടുകൂടി കണ്ണുകൾ തുറക്കാം. എല്ലാ ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിലുണ്ടാകട്ടെ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു യൂണിവേഴ്സ്.